എല്ലാവർക്കും ഹിച്ചക്കി നോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ ഈ കാണുന്ന പുഴയുടെ അടുത്ത് വന്ന് തമ്പടിച്ചിരിക്കുവാണ്. എനിക്ക് പുഴയിലോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു രീതിയിൽ ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഫുള്ള് കാറ്റ് കേട്ടോ. ഫഹീം യാത്ര നിർത്തി പോയത് നന്നായി. ഫഹീമിൻ്റെ ലക്ക്. ഞാനിവിടെ അപ്പം നിർത്തായിരുന്നു. ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ലപോലെ കിടന്ന് ഉറങ്ങി. രാവിലെ 6 മണിക്ക് എണീറ്റു. 6 മണിയോട്ട് കാത്തിരിക്കുകയാണെന്ന് കാറ്റ് പറയാൻ. കാറ്റത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ എനർജി വേസ്റ്റ് ആവും. പിന്നെ നമ്മളെ എടുത്ത് തിരിച്ചടിച്ച് മറിച്ചിടും കേട്ടോ. കാറ്റായതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെയും അത്യാവശ്യം കാറ്റുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഉറങ്ങാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കുറച്ച് ഓട്സ്, കുറച്ച് നട്ട്സ്, പിന്നെ പാല്, ഇതൊക്കെ വെച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. എന്തെങ്കിലും സൂപ്പ് കഴിക്കണമെന്നുണ്ട്. ബട്ട് കുക്ക് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കാറ്റുണ്ട് ഇവിടെ. ഇതിൻ്റെ അടിയിലായതുകൊണ്ട് കുറച്ച് കാറ്റ് കുറവുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തു ഞാൻ. ഇതെങ്ങനെ പോകുന്നു കേട്ടോ കയാക്കിങ്. ഞാൻ വേസ്റ്റ് വെതർ കേട്ടോ. ഈ 2 ദിവസം വേസ്റ്റ് വെതറാണ്. 3 ദിവസം കഴിയുമ്പോൾ പിന്നെ കുറച്ച് സൺലൈറ്റൊക്കെ ഉണ്ട്. കാറ്റുള്ളതാണ് കേട്ടോ ഏറ്റവും പ്രശ്നം. ഇപ്പം മഴയില്ല, അത് ഓക്കെയാണ്. പക്ഷേ കാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മ്യൂസ്ലി, പിന്നെ അതിൽ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനി ഇതിൽ പാല് പൊട്ടിച്ച് വയ്ക്കട്ടെ. പാല് പൊട്ടൊന്നുമില്ലല്ലോ. അടിപൊളി കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. കാറ്റ് കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല ആൾക്കാ. No kayaking for today too. It's a windy day. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. പാക്കപ്പ് ചെയ്യുള്ളൂ. പാക്കപ്പ്. കാറ്റ് കണ്ടില്ലേ? പറ്റില്ല കേട്ടോ. ഈ കാറ്റ് കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനേ പറ്റില്ല. എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാറ്റടിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകേണ്ടത് കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നു. അപ്പോൾ ഒരിക്കലും പറ്റില്ല. മാത്രമല്ല ഇവിടെ നിന്നാൽ ഈ ദിവസം ഇങ്ങനെ നിൽക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ദിവസങ്ങൾ വേസ്റ്റ് ആവുന്ന തൊട്ട് എനിക്ക് വ്ളോഗുകൾ ഇടാൻ പറ്റില്ല. വ്ളോഗുകൾ ഇടാത്തപ്പോൾ എനിക്ക് പൈസ കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ആളുകൾ ഓൾറെഡി എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു. ഇതൊന്നും ചെയ്യാതെ വേറെ പണിക്ക് പോകും, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല കാണാനെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഓൾറെഡി ഡീമോട്ടിവേറ്റ് ആയി. ഈ വെതർ കാരണം ഇന്നലെ ഞാൻ വന്നതാണ്. ഇന്ന് താണ്ടെ 1 ദിവസം കഴിഞ്ഞു. ഫുള്ളി ഡീമോട്ടിവേറ്റ് ആയി. കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി ഈ സാധനം പൊട്ടി കേട്ടോ. ഈ ബാഗൊക്കെ പൊട്ടി. അപ്പോൾ ബാഗ് പൊട്ടിയോണ്ട് എനിക്ക് പണി കിട്ടും. എനിക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡെക്കാത്തലോണിൽ പോയിട്ട് ഈ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. കാറ്റും തണുപ്പും. ഈ ബാഗ് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ കയാക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പൈസ കിട്ടിയാൽ എനിക്ക്. അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ ഗിഡാൻസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ബാൾട്ടിക് സീ പോയിട്ട് അവിടെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് ചെയ്യാനായിരുന്നു. ഇനി കുഴപ്പമില്ല, ഞാൻ വേറെ വാങ്ങിച്ചിട്ട് വേറെ എവിടെയെങ്കിലും ചെയ്തോളാം. അപ്പോൾ എന്തായാലും ഇത് പാക്കപ്പ് ചെയ്യട്ടെ. ഇത് പാക്കപ്പ് ഇന്നലെ പാടിട്ട് കാറ്റടിച്ചതാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒഫീഷ്യലി എൻ്റെ കയാക്കിംഗ് ട്രിപ്പ് ഞാനിവിടെ അവസാനിച്ച് യാത്ര തുടങ്ങുവാണ്. കഴിഞ്ഞ 30 മണിക്കൂറായിട്ട് ഞാൻ ഈ കാണുന്ന പുഴയ്ക്കകത്ത് റെസ്റ്റ് ചെയ്തു. വിൻഡിന് ഒരു കുറവുമില്ല. വരുന്ന ദിവസങ്ങളിൽ ഇടിമിന്നലും കൂടുതൽ പ്രശ്നങ്ങളാണ്. ഇനി എനിക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയാക്കിംഗ് ട്രിപ്പ് ബാഗ് പാക്ക് ചെയ്തു, എല്ലാം എടുത്തു. ഞാനിനി തിരിച്ച് വാർസോയിലോട്ട് വിടുവാണ്. ഭയങ്കര ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു ട്രിപ്പാണ്. ബട്ട് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് കിട്ടി. ആ എക്സ്പീരിയൻസുകളൊക്കെ കൊണ്ട് ഫ്യൂച്ചറിൽ വരുന്ന യാത്രകൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഫ്യൂച്ചറിലെ വാഹനം പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് തണുത്ത് വിറച്ചിരിക്കുകയാണ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. അങ്ങനെ ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ വന്നു. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുമ്പോൾ അവരിങ്ങനത്തെ ഒരു ഇതിലൊക്കെയാണ് റേറ്റ് വരുന്നത്. 53 സ്ലോട്ടിയാണ് വാർസോവ വരെ തിരിച്ചു പോകാൻ. ഇന്നലെ വന്നപ്പോഴും ആ പൈസ കൊടുത്തു, ഇന്ന് വന്നപ്പോഴും ആ പൈസ കൊടുത്ത്. വെറുതെ ആയിപ്പോയി കേട്ടോ. 2 ടിക്കറ്റ് പിന്നെ ടാക്സിക്ക് ഇപ്പോൾ വന്നതിൻ്റെ പൈസ നഷ്ടം. ഈ കാണുന്നതാണ് ട്രെയിൻ. ഈ ലോഡെല്ലാം വെച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറിയിട്ട് അപ്പുറത്ത് ഭാഗത്തോട്ട് പോകണം. ഈ ബാഗിൻ്റെ ഇത് കൊള്ളൂല കേട്ടോ. ഇത് നല്ല കയാക്കാണ്, പക്ഷേ ഇതിൻ്റെ ബാഗ് കൊള്ളൂല. ക്വാളിറ്റി ഇല്ലാത്ത ബാഗ് കേട്ടോ. ഇത് ഞാൻ ഡെക്കാത്തലോണിൽ പോയിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. കാരണം കൊള്ളൂല കേട്ടോ. ബാഗ് കീറി ഓൾറെഡി. ഞാൻ നമ്മുടെ ട്രെയിനിൽ കയറി. ട്രെയിനിൽ നിന്ന് നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. ഫ്രൈഡ് ആയിട്ടുള്ള ആപ്പിള്, പിന്നെ നമ്മുടെ യോഗട്ട്. ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ വാർസോയിലെത്തും, നമ്മുടെ തലസ്ഥാന നഗരത്ത്. ഞാൻ ആസിമിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇത്രയും ദിവസം നിൽക്കുന്നത്. ഞാൻ ആസിമിൻ്റെ വീട്ടിൽ പോകണമെന്ന് ആലോചിക്കാൻ, ഹോസ്റ്റലിൽ നിന്നാലോ എന്ന് ആലോചിക്കുക. പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ഭയങ്കര ഒരു ബോറാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, ഓൾറെഡി കുറേ
ബൈ ആയെന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ യോഗട്ട് ഒരു കുപ്പി ഞാൻ വെറുതെ കഴിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. മാത്രമല്ല ഹെൽത്തിയാണ്. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര ക്വിറ്റ് ചെയ്തു. ഞാൻ ഡെക്കാത്തലോണിൽ വന്നു. എൻ്റെ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ പറയുന്നു പ്രൊഡക്റ്റ് തിരിച്ചു വാങ്ങൂല, അവർ വൗച്ചർ മാത്രമേ തരുള്ളൂ എന്ന് കേട്ടോ. അതും 70,000 രൂപയുടെ വൗച്ചർ 3 ആക്കി തരും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, ഒന്നുകിൽ വെയിറ്റ് ചെയ്യണം, ഏതെങ്കിലും മലയാളികളോ എൻ്റെ ഏതെങ്കിലും പോളിഷ് ഫ്രണ്ടോ വാങ്ങുമ്പോൾ അവർക്ക് കൊടുത്താൽ പൈസ കിട്ടും. അല്ലെങ്കിൽ ഞാൻ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് ആളുകൾ ഇങ്ങനെ നടക്കൂലേ, അവരുടെ അടുത്ത് പോയി ചോദിക്കാം നിങ്ങൾക്ക് വൗച്ചർ വേണോ, നിങ്ങൾ അത് ആ പൈസ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അതിലൊരു ചേഞ്ച് വന്നു. ഇവർക്ക് ആക്ച്വലി റീഫണ്ടൊക്കെ തരാൻ കേട്ടോ, പക്ഷേ ഇവർ ഉരുണ്ട് കളിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറിൻ്റെ ക്രെഡിറ്റ് കുറയും. ഇവരറിയാതെ എന്തോ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഞാൻ അറിയാതെ ക്ലിക്ക് ചെയ്തു, റീഫണ്ട് നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്, വരും. അപ്പോൾ സംഭവം എനിക്ക് തോന്നുന്നു അവരത് ചെയ്തിട്ട് അവർ ചിലപ്പോൾ പറഞ്ഞതായിരിക്കും കേട്ടോ. കാരണം അവർക്ക് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അവർ നമ്മളെ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കും. കൺവിൻസ് ആയില്ലെങ്കിൽ അവർക്ക് തന്നേ പറ്റുള്ളൂ. കാരണം അതാണ് റൈറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ റൈറ്റിന് വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലായല്ലോ, ആ റൈറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. നമ്മുടെ നാട് പോലെ അല്ലല്ലോ അങ്ങനെ പറ്റിച്ചു വിടുന്ന പരിപാടി. അപ്പോൾ എന്തായാലും പൈസ കിട്ടി. അപ്പോൾ ഇനി ഞാൻ ആരടുത്തും പറഞ്ഞ് വൗച്ചർ വിൽക്കേണ്ട ആവശ്യം വന്നില്ല അല്ലേ ഫഹീമേ? ഫഹീമിന്റെ ഇത് എൻ്റെ ആക്ച്വലി അവരുടെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ കൊടുത്തത്. ഇത് ഒരിക്കലും റിട്ടേൺ കൊടുക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത് വെച്ച് ട്രിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റിട്ടേൺ കൊടുത്തു, പൈസ കിട്ടി. ഫഹീമിൻ്റെത് 800 സ്ലോട്ടിക്ക് അടുപ്പിച്ചാണ് വാങ്ങിച്ചത്. അതും 10,000-20,000 രൂപ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ ഇനി ഇവർ വിൽക്കാനേ പറ്റുള്ളൂ. വിൽക്കണമെങ്കിൽ അവർ ചിലപ്പോൾ 100 സ്ലോട്ടി 2,000-2,500 രൂപ വല്ലോ കുറച്ചിട്ട് അവന് ബാക്കി പൈസ കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ ഇവൻ വല്ലോ അതിൽ പൊത്തലോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മറ്റേ വാറണ്ടിയുടെ കാര്യത്തിൽ കൊടുക്കണം, കള്ളത്തരം കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ വാർസോയിൽ നിന്ന് ഇറങ്ങുവാണ്. അവസാന ദിവസം കേട്ടോ. വാർസോയിൽ കഴിഞ്ഞ ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത വീഡിയോസ് ഒന്നും എടുത്തില്ല. എൻ്റെ പ്ലാന് ലിത്വാനിയ, ലാറ്റ്വിയ, എസ്തോണിയയിലോട്ട് ഹിച്ചൈക്ക് ചെയ്ത് പോകാനായിരുന്നു. 4 രാജ്യങ്ങളൊക്കെ ഹിച്ചൈക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 ബോർഡ് കയ്യിലും 1 ബോർഡ് ബാഗിലൊക്കെ വെച്ച് ഞാൻ പാക്ക് ചെയ്ത് ഇറങ്ങിയതാണ്. പെട്ടെന്ന് ആലോചിച്ചപ്പോൾ 1.5 വർഷം മുമ്പ് ഈ സെയിം റോഡ് ഞാൻ ഹിച്ചൈക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഹിച്ചൈക്ക് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് പെട്ടെന്ന് ഓർമ്മ വന്ന് ട്രോമ പോലെ വന്നു. ഞാൻ വിചാരിച്ചു വേണ്ട, പൈസ കൊടുത്ത് ബസ്സിൽ പോകാം, എന്തിനാണ് വെറുതെ ഹിച്ചൈക്ക് ചെയ്ത്. ഇവിടെ ഹിച്ചൈക്ക് ചെയ്തിട്ട് ഒരു അധികം നല്ല എക്സ്പീരിയൻസ് എന്നല്ല, വേറെ വ്യത്യസ്തമായിട്ട് നമുക്ക് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ എക്സ്പീരിയൻസ് കിട്ടൂലെന്നല്ല, എന്നിരുന്നാലും അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്. ചേട്ടാ പോട്ടാ, ചേട്ടൻ പറയാ ഇവൻ കുറെ നാളായി ബൈ പറയും ഇത് അവസാന ബൈയാണ്. അവസാന വയ്യ കേട്ടോ, അവസാന വയ്യല്ല. അതെ അവസാന വയ്യല്ല, ഇവിടത്തെ അവസാന വയ്യ. ഇനിയും വരും. താങ്ക് യു. അപ്പൊ പൊളിക്ക കേട്ടോ. ഓക്കെ, ചേട്ടന്റെ കല്യാണത്തിന് തന്നെ വിളിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ബാഗ് എടുത്തു പോയി. ചേട്ടാ പോണേ. താങ്ക് യു ഫോർ എവറിത്തിങ്. ഓക്കെ, സി യു. Finally, I'm leaving Warsaw. I'm leaving Poland. Not by hitchhiking, but by taking bus. I was planning to hitchhike, and then suddenly I was thinking about hitchhiking in Poland that I was doing 1.5 years ago here, and it was so difficult. And I thought, okay, I'll take the bus. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഭക്ഷണം നമ്മുടെ പപ്പായി ആസിഫ് വർക്ക് ചെയ്യുന്ന അവിടുത്തെ. ഇതാണ് കേട്ടോ നമ്മുടെ തേജസ് ബ്രോ, ആസിഫിൻ്റെ റൂംമേറ്റാണ്. പുള്ളി എനിക്ക് വേണ്ടി എന്തൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. ബ്രോ, താങ്ക് യു. സി യു ബ്രോ. Ciao, okay. Hi. You're from Kerala? Okay. What's your name? Why not hitchhiking? എന്തുകൊണ്ട് നീ ഹിച്ചൈക്ക് ചെയ്യുന്നില്ല എന്ന്. Bro, last time I hitchhiked over this place in Poland. I told you, right? It was so hard. So try again. Yeah, this is what my friend was saying. But then again today morning when I woke up, I got demotivated. Okay. I'm like, no. Like small camping, like a camping car. നല്ല രസമുണ്ട് കേട്ടോ. അവൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് കിടക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ആക്കി കിടക്കുന്നു. നമ്മുടെ during the winter I have like this. It's nice. I like it, bro. That's a nice car. A lot of things. ഇവിടെ ദാണ്ട് ഫുഡ് റെഫ്രിജറേറ്റർ. Wow. Like grill or something. So I said about this, like you can. Do you often go for a long drive with this?
Last time I've been to Balkans. Okay, with this. 1 month. വാ, ഒരു മാസം ബാൽക്കൻസിലാണ് ഇതും കൊണ്ട് പോയി കേട്ടോ. I'm going to go to the Dolomites. ഞാനങ്ങനെ ഫ്ലിക്സ് ബസ്സിലാണ് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്നതല്ല കേട്ടോ, വേറെ ഏതാണ്? Not this one, We right? are going this way, but not to the. Can you show me the ticket? No, just see you in Kerala. Kerala, yeah. Thank you so much. Okay. Thank you. Ciao, ciao. To arrange the visa, maybe. Okay, if yes, I will come. I'll come for sure. ഞാൻ റിഗയിലോട്ട് ബ്രോ റിഗയിലോട്ടാണോ? ഓക്കെ ഓക്കെ. വീഡിയോ എടുക്കുന്ന കുഴപ്പമുണ്ടോ? ഞാൻ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു മലയാളി ബ്രോ പുറകിലുണ്ട്. അപ്പം ബ്രോ പറയാം, ഞാൻ ബ്രോനെ ആ പാർട്ടിയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ കണ്ടിട്ട് കാണും, പക്ഷെ പാർട്ടിയിലല്ല എന്ന് പറഞ്ഞു. ബ്രോനെ ഗസ് ചെയ്ത് നോക്കൂ എവിടെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായോ ഇത് വെച്ചിട്ട്? പറ, എവിടെയാ? ഇങ്ങനെ പെട്ടെന്ന് പേര് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. പുള്ളിക്കാരൻ ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഞാൻ ക്യാമറ കാണിച്ചപ്പോ മനസ്സിലായി. ഞാൻ ഈ ഇടയ്ക്ക് ആദ്യ സ്റ്റോറി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് ഓക്കെ ഓക്കെ നാട്ടിൽ എന്നോട് പഠിച്ചതാണ്. ഓക്കെ. അവനിങ്ങനെ ഫോട്ടോ എടുത്ത് ബ്രോനെ പാള് പെട്ടെന്ന് മാർപ്പ് ചെയ്യണല്ലേ? ഈ സെയിം ഫേസ് കട്ടിൽ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. പേരെന്താ? ജെറിൻ. നാട്ടിലെവിടെയാ? ഞാൻ ബാംഗ്ലൂരാണ്. എവിടെയാ? ബാംഗ്ലൂർ. ഓക്കെ. ഇവിടെ എന്ത് റിഗയിലാണോ? ഓക്കെ ഓക്കെ. ഞാൻ 1 വീക്ക് ട്രിപ്പിലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. ഞാനങ്ങനെ ബസ്സിൽ കയറി. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്ലിക്സ് ബസ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഫ്ലിക്സ് ബസ്സിൽ വന്നത്. അവസാനം ഫ്ലിക്സ് ബസ്സിൽ കയറിയത് എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്നാണ് കേട്ടോ. ഫ്ലിക്സ് ബസ്സിൽ കയറിയത്. ഫ്ലിക്സ് ബസ് നമ്മുടെ നാട്ടിലിപ്പം വളർന്നു വരുന്ന ഒരു ശൃംഖലയാണ്. വേറൊരു മലയാളിയും ഇതിൻ്റെ അകത്തുണ്ട്. 2 മലയാളികളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടു കേട്ടോ. ഒന്ന് നമ്മുടെ ബ്രോയും പിന്നെ വേറൊരു ബ്രോ അവിടെ ഉണ്ട്. ഇതാണ് മറ്റേ മലയാളി. ചേട്ടൻ്റെ പേരെന്താ? എന്താ? മനു. എവിടെയാ സ്ഥലം? വയനാട്. ചേട്ടനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പുറകിലും മലയാളി, ഫ്രണ്ടിലും മലയാളികൾ മാത്രമേ ഉള്ളൂ ഈ ബസ്സിൽ കേട്ടോ. നമ്മൾ 3 പേരെ എനിക്കൊന്ന് അൽഗരിതമാണോ? നിങ്ങൾ സീറ്റിന് പേ ചെയ്തോ? പേ ചെയ്തിട്ടില്ലല്ലോ. എനിക്കൊന്ന് അൽഗരിതമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ 3 പേരെ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്ലിക്സ് ബസ്സിൽ നമ്മൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സീറ്റ് എടുക്കണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ടുള്ള അലോക്കേഷൻ ആയിരിക്കും. റാൻഡമായിട്ട് തന്നതാണ് കേട്ടോ. ഫ്രണ്ട്, എനിക്ക് നടുക്ക്, ബാക്ക്. ഞാൻ എടുത്തതെന്ന് പറയുമ്പം എനിക്ക് ഇവിടെ നിന്ന് റിഗയിലോട്ടാണ് ഡയറക്റ്റ് ഞാൻ പോകുന്നത്. പക്ഷേ ഞാൻ റിഗയിലോട്ട് ഡയറക്റ്റ് ബസ് എടുത്തില്ല. കാരണം ഇത് ഓരോ രാജ്യങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് കൂടുമല്ലോ കേട്ടോ. അപ്പം ഞാൻ ഈ ഒറ്റ ട്രിപ്പിനെ 3 ടിക്കറ്റായിട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ ഓൾറെഡി കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ നമ്മുടെ ബീൻസ് കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി നേച്ചർ. സമ്മർ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. സമ്മർ ആയതുകൊണ്ടാണ് ഇതുപോലെ ഇപ്പോൾ ടീഷർട്ടൊക്കെ ഇട്ടിരിക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നമ്മൾ ലിത്വാനിയ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി പോയിട്ട് 1 മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലിത്വാനിയയിലാണ്. ഇനി ഇവിടെ നിന്ന് ലിത്വാനിയയിൽ നിന്ന് ഇനി നെക്സ്റ്റ് പോകുന്നത് ലാറ്റ്വിയയിലോട്ടാണ് കേട്ടോ. ലാറ്റ്വിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന് അവിടെ നിന്ന് എസ്തോണിയ നാളെ വല്ല പോവും. ഇന്ന് രാത്രി ലാറ്റ്വിയയിലെത്തും. ലാറ്റ്വിയയിൽ പോയിട്ട് ഇന്ന് അവിടെ എവിടെയെങ്കിലും ചെയ്യാനുള്ള പ്ലാനാണ്. ലിത്വാനിയയിലെ വലിയ സിറ്റി ആയിട്ടുള്ള കൗനാസിലൂടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സ്റ്റോപ്പ് വന്നു. ഇവിടെ ഫ്രണ്ടിൽ സൂര്യൻ നിൽക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞു കേട്ടോ. 9 മണിയായിട്ട് ഇവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇവിടെയുള്ള ആളുകളെല്ലാം സ്റ്റോപ്പ് കിട്ടുമ്പോൾ എപ്പോഴും സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഇറങ്ങും കേട്ടോ എല്ലാവരും. അങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ അടുത്ത രാജ്യമായിട്ടുള്ള ലാറ്റ്വിയയിലെത്തിയിട്ടുണ്ട്. ലാറ്റ്വിയയുടെ തലസ്ഥാനം റിഗയിലോട്ടാണ് കേട്ടോ ഞാൻ ഈ യാത്ര ചെയ്ത് പോകുന്നത്. റിഗയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇന്ന് റിഗയിൽ സ്റ്റേ ചെയ്യും. നാളെ അടുത്ത ദിവസം എസ്തോണിയ എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് പോകാനാണ് പ്ലാന്. ഞാൻ ഓൾറെഡി ലാറ്റ്വിയയിൽ വന്നിട്ടുണ്ട്, ബട്ട് റിഗയിൽ വന്നിട്ടില്ല കേട്ടോ. റിഗയിൽ ഞാൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ലാറ്റ്വിയയുടെ ഈസ്റ്റേൺ ഭാഗത്തൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഫൈനലി ഞാൻ ലാറ്റ്വിയ ഇവിടെ തലസ്ഥാനമായിട്ടുള്ള റിഗയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷൻ. സമയം രാത്രി 10 മണിയായി. 10 മണിയായിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല കേട്ടോ. സൂര്യൻ അസ്തമിക്കുന്നേ ഉള്ളൂ. 10-12 മണിക്കൂറുള്ള ജേണി ആയിരുന്നു കേട്ടോ. ബ്രോയ് ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ മറ്റേ ബ്രോ ഓൾറെഡി പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ജേണി? പുള്ളി പാരീസ് ഒക്കെ കറങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. എത്ര നാളായി ഇവിടെ? ഞാനിപ്പോൾ 2.5 വർഷമായി. 2.5 വർഷമായി. ഞാൻ പുള്ളിയുടെ അമ്മയൊക്കെ
വിളിച്ചു കേട്ടോ. അമ്മ ഇസ്രായേലിലാണ്. ആൻറ്റിയുടെ അടുത്ത് വിളിച്ചപ്പം ഭയങ്കര നല്ലതുപോലെ സംസാരിച്ചു. ആൻറ്റിയെ നെക്സ്റ്റ് തവണ ഇസ്രായേലിൽ പോകുമ്പോൾ കാണാം. ഇസ്രായേലിൽ 16 വർഷമായിട്ടോ. ആൻറ്റിയുടെ അടുത്ത് ഒരു ഹായ് പറയാമല്ലേ? ഹായ് ആൻറ്റി. ആൻറ്റിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഹായ്. ഈ കാണുന്നത് ഇവിടുത്തെ മാർക്കറ്റാണ്. ഇവിടെ നല്ല രസമുള്ള കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. കാരണം ഇത് സോവിയറ്റിൻ്റെ കയ്യിലായിരുന്നല്ലോ, റിഗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്റ്വിയ എന്ന് പറയുന്നത് സോവിയറ്റിൻ്റെ കയ്യിലായിരുന്നു. ഇതോ അവിടെയൊക്കെ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, ഒരു കൂറ്റൻ കെട്ടിടം, ആ കാണുന്ന പോളണ്ടിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഇവരെന്ന് പറയുമ്പോൾ ഇപ്പം സോവിയറ്റിന് ഒട്ടും ഇഷ്ടമല്ല, യുക്രൈനിനെ മാരകമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യവും കൂടിയാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. നാറ്റോയിലെ അംഗവും കൂടിയാണ് ലാറ്റ്വിയ എന്ന് പറയുന്ന രാജ്യം. 2004 എന്തോണ് കേട്ടോ ഇവർ യൂറോപ്യൻ യൂണിയനിൽ എൻ്റർ ചെയ്തത്. യൂറോയാണ് ഇവരുടെ കറൻസി. നമ്മുടെ ഫഹീമിൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മെട്രോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെട്രോ അല്ല, സോറി, നമ്മുടെ ട്രാം കേട്ടോ. നല്ല രസമുള്ള ട്രാം. ഫഹീമിന്റെ കൂട്ടുകാരൻ. ബ്രോന്റെ പേരെന്താ? അർഷിദ്. നല്ല നല്ല മണക്കുന്ന ഇത് കേട്ടോ. ലാറ്റ്വിയയിലെ റോഡുകൾക്ക് കുണ്ടും കുഴി ഉണ്ടല്ലേ, ചെറുതായിട്ട്. നല്ല മണം കേട്ടോ. അർഷിദ് നല്ല പെർഫ്യൂമൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള. ഞാൻ ലാറ്റ്വിയയിൽ രണ്ടാമതാണ്. ലാറ്റ്വിയ വന്നിട്ടുണ്ട്. റിഗ ആദ്യമായിട്ടാ. ഈ നഗരത്തിൽ ആദ്യമായിട്ടാ ഞാൻ വന്നത്. ഫുള്ള് ഈസ്റ്റേൺ ഭാഗത്താ. ഇവിടുന്ന് റഷ്യ കയറി. ലാറ്റ്വിയെന്ന് റഷ്യ കയറി. എസ്തോണിയ പോയിട്ടില്ല. തീരെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു എന്താ പറയുക, ലാറ്റ്വിയ എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഒരു എന്താ പറയുക, ചെറിയ അധികം വലിയൊരു ആഡംബരമായിട്ടുള്ള സിറ്റികളൊന്നുമല്ല. ഒരു മാനിയായിട്ട് എന്താ പറയുക, ഒതുങ്ങിക്കൂടിയ ഒരു ഇതാണ് അല്ലേ? റിഗയെ കുറിച്ച് എന്താ പറയാനുള്ളത്? പീസാണല്ലേ. എക്കോ ലൈനും ആക്ച്വലി നല്ല ബസ്സാണ് കേട്ടോ. ചിലപ്പോൾ ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും എക്കോ ലൈനിലും. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓൾഡ് ടൗൺ. ഓൾഡ് ടൗൺ എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സോവിയറ്റിന്റെ കൂടുതലൊരു രസമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യത്തെ ഇവിടുത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട്, മുമ്പേ അറിയുകയും ചെയ്യാം കേട്ടോ. ഇവിടെ പൊതുവെ ഇന്ത്യൻസിന് വലിയ താല്പര്യം ഇല്ല അല്ലേ? അങ്ങനല്ല, അങ്ങനെ താല്പര്യക്കുറവൊന്നുമില്ല. ഇവിടെ ചെറിയ കൺട്രി ആയതുകൊണ്ടേ എന്താ പറയാ, ഒരുപാട് ഇന്ത്യൻസ് തിങ്ങി പറക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത്, പിന്നെ ഒരു ചെറിയൊരു ഫോബിയ. മറ്റുള്ള ആളുകൾ, മറ്റുള്ള സ്കിൻ കളേർഡായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് തിങ്ങി പറക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇതൊക്കെ തോന്നില്ല. അതിന് ഫോബിയ എന്ന് പറയും. ആ ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ബംഗാളികൾ കൂടി വരുമ്പോൾ നമ്മൾ തന്നെ, ബംഗാളികളൊന്നുമല്ല, മാർവാടികളും ബംഗാളികളും ആസാമീസും എല്ലാവരും കൂടി വരില്ലേ. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫോബിയ ഉണ്ടല്ലോ, ആ ഒരു ഫോബിയ തന്നെയാണ് ഇവിടെ പല രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ലാറ്റ്വിയ എന്ന് പറയുന്നത്, പിന്നെ വേറൊരു കാര്യത്തിന് എപ്പോഴും ആളുകൾ ലാറ്റ്വിയ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പെൺകുട്ടികളാണ് കൂടുതൽ, ആൺകുട്ടികൾ കുറവാണല്ലേ? സെക്സ് റേഷ്യോ നമ്മൾ കേൾക്കുന്നത്. അതെ, പിന്നെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ, ഈ ട്രോൾ പേജിലൊക്കെ വരുന്ന അല്ല, സെക്സ് റേഷ്യോയില് പെൺകുട്ടികളാണല്ലോ. അത് ശരിയാ, കേരളം പോലെ. ഈ ട്രോള് പോലെയൊന്നും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ട്രോള് പോലെ ആൾക്കാർ ലാറ്റ്വിയയിൽ വന്നാൽ 4 പേരെ കെട്ടാന്നൊക്കെ പറഞ്ഞ് വന്നാൽ അടി കിട്ടും കേട്ടോ. 4 പേരാ ഇവിടെ ഒരാൾക്ക് തന്നെ പെണ്ണ് കിട്ടുന്നില്ല. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ പെൺകുട്ടികളാണല്ലോ കൂടുതൽ ആൺകുട്ടികളെയും കാട്ടി. ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കാരണം നമ്മൾ ബ്രോന്റെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. രാത്രി 10:30 മണിയായി. പകല് പോലെ കിടക്കുന്നു. കഴിച്ചതാണ് ഞാൻ വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. കുറച്ച് റാപ്പൊക്കെ ഉണ്ടായിരുന്ന കഴിച്ചു. വീണ്ടും ബ്രോ എന്തൊക്കെയോ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ, ഇവിടെ ഉണ്ടാക്കിയതല്ലേ. അപ്പം അത് കഴിക്കുകയാണ്. ഇവിടെ നമ്മൾ വേറെ ഒരാളെ കണ്ടു, ഒരു ഭാര്യയും ഭർത്താവിനെയും കണ്ടു. ഹായ്, എവിടെ പേരെന്താ? ശ്രീഹരി. എവിടെയാ സ്ഥലം? ചാലക്കുടി. എന്ത് ചെയ്യുന്നു ഇവിടെ? എത്ര വർഷമായി ഇവിടെ? ഓക്കെ. പുള്ളിയുടെ വൈഫ് ലാറ്റ്വിയക്കാരിയാണ് കേട്ടോ. ഹായ്. മലയാളം പറ. മലയാളം പറഞ്ഞോ. ഈ സുഖമാണെന്നൊക്കെ എല്ലാരും പറയുന്നതാണ്. അതെ, സുഖമാണ് എല്ലാരും പറയും. വേറെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താ? നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻട്രൊഡക്ഷൻ എന്താ? നമുക്ക് സമയം കൊടുക്കാം. നാണം വരുന്നു ഒറ്റയടിക്ക് പെട്ടെന്ന് ക്യാമറ ഷെയ്യാവും പെട്ടെന്ന് കാണുമ്പോ. എന്തായാലും കണ്ടതിൽ സന്തോഷം. കേരളം ഇഷ്ടമാണോ? കാരണം അടിപൊളിയുടെ കാരണം ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പറാ. തൃശ്ശൂർ ആണല്ലോ ബ്രോ. തൃശ്ശൂർ സ്ലാങ്ങിലാണ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നവരും. കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഇറ്റ് വാസ് എ പ്ലഷർ ടു മീറ്റ് യു, ബോത്ത് ഓഫ് യു. അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ.